പ്രിയമുള്ളവരെ, മുടി കൊഴിച്ചിൽ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ വന്നു. സർ, മുടി കൊഴിച്ചിലിന് അക്യുപങ്ചറിൽ എന്തെങ്കിലും മാർഗമുണ്ടോ, ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു, മുടി കൊഴിച്ചിലിന് എന്നല്ല, സൗന്ദര്യത്തിന്. മുടി ഏറ്റവും വലിയ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ഭാഗമാണ് തല, മുടി, മുഖം. അപ്പോൾ മുടി കൊഴിച്ചിൽ മാത്രമല്ല, സ്കിന്നിൻ്റെ സാകായ അവസ്ഥയെ ലിഫ്റ്റ് ചെയ്യാൻ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമ്മളുടെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട്, സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനായിട്ട്, സ്കിന്നിനെ ടൈറ്റ് ചെയ്യാനായിട്ട്, സ്കിന്നിനെ എന്താ പറയുക, സാകായി കിടക്കുന്നതിനെ ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒക്കെ അക്യുപങ്ചറിൽ മാർഗങ്ങളുണ്ട്. അത് താൽക്കാലികമല്ല, പെർമനൻറ്റ് സൊല്യൂഷൻ കൂടിയാണ്. നമ്മൾ അല്ലാതെ എന്ത് ക്രീമുകൾ തേച്ചോ, എന്ത് സൊല്യൂഷൻ യൂസ് ചെയ്തോ, അതല്ലെങ്കിൽ കുറേ ഷാമ്പു തേച്ചോ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കുറേ മരുന്നുകൾ എടുത്തോ, നിങ്ങളതിനെ മാറ്റാൻ ശ്രമിച്ചിട്ട് ഇന്നേവരെ നടന്നിട്ടുണ്ടോ? ആ കഴിക്കുമ്പോൾ മാറും, പിന്നെയും വരും. ഒരു 2-3 മാസം കൊണ്ട്, അതായത് ആ ടാബ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാറും, പിന്നെയും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ റൂട്ട് കോസ് മറ്റൊന്നാണ്. അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്താണോ നമ്മുടെ ഇത് ഡിസീസ് ബേസ്ഡ് അല്ല അക്യുപങ്ചർ. അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ ഓർഗൻ ബേസ്ഡാണ്. ഏതെങ്കിലും ഒരു ഓർഗൻ അതായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടാവും. ആ ഓർഗനെ ട്രീറ്റ് ചെയ്ത്, അത് ടങ് ഡയഗ്നോസ് ചെയ്തിട്ട്, നമ്മുടെ നാവിലുണ്ട് എല്ലാം. ഈ നാവിനെ നോക്കിയിട്ട് ഏത് ഓർഗനാണോ ഇൻബാലൻസ് ആയിട്ട് നിൽക്കുന്നത് അതിനെ ട്രീറ്റ് ചെയ്ത് അതിനെ കറക്റ്റാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുടി കൊഴിച്ചിൽ മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ലെവൽ മൊത്തം മാറും. അങ്ങനെ എല്ലാത്തിനും കൂടെ പറ്റിയ ഒരു മാർഗം, അതായത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് മറ്റേത് ചികിത്സയേക്കാളും ഉത്തമമായത് അക്യുപങ്ചറാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഓർഗൻ ട്രീറ്റ്മെൻറ്റാണ്, ഓർഗനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ, നമുക്ക് മാറ്റാം. പക്ഷേ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അത് നീഡിൽ ചെയ്യാൻ വരണം. പിന്നെ മറ്റു ട്രീറ്റ്മെൻറ്റുകൾ കുറച്ചുണ്ടാവും. ഒപ്പം തന്നെ വീട്ടിൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അവർ വന്നു. ഇപ്പോൾ അവർ 2-3 സിറ്റിംഗ് ആയി, ഹാപ്പി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവരോട് സംസാരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് പറയാം. എന്തായാലും അവരോട് ഞാൻ പറഞ്ഞ ടിപ്പ്, വളരെ സിമ്പിളായ ഒരു ടിപ്പും കൂടി ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കിഡ്നിയായിട്ടാണ് കണക്ഷൻ വരുന്നത്, ഹെയർ ലോസ് നമ്മുടെ അക്യുപങ്ചർ വ്യൂവിൽ. അപ്പോൾ കിഡ്നീനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്ലൂയിഡിനെ കൃത്യമായി എത്തേണ്ട ഭാഗത്തേക്ക് എത്തിച്ചു കൊടുത്താൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട്സ് സ്ട്രോങ് ആവും, സ്കിൻ നന്നാവും. അതായത് ഫ്ലൂയിഡ്സിൻ്റെ സ്ട്രെങ്തൻ കൂട്ടുക, അതാണ് അക്യുപങ്ചർ വ്യൂവിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ കൊറിയൻ ട്രീറ്റ്മെൻറ്റായ സുജോക് ട്രീറ്റ്മെൻറ്റിലൊരു മെത്തേഡ് കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് വീട്ടിൽ ചെയ്യാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗം, മിഡിൽ ഫിംഗറിൻ്റെയും ഇൻഡെക്സ് ഫിംഗറിൻ്റെയും നടുക്കായിട്ട്, ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും നടുക്കായിട്ട് ഇവിടെ ഒരു കുഴി കിട്ടും നമുക്ക്. ഒപ്പം ഇപ്പുറത്തെ വിരലുകളുടെ മധ്യത്തിലായിട്ട് ഇവിടെയും വേണ്ടൊരു കുഴി, അതായത് സ്മോൾ ഫിംഗറിൻ്റെയും റിംഗ് ഫിംഗറിൻ്റെയും, ചെറുവിരൽ, മോതിരവിരൽ, നടുക്ക്. അപ്പോൾ ഈ 2 ഭാഗത്ത്, ഈ 4 വിരലുകളുടെ മധ്യത്തിലൂടെ വന്നാൽ നടുവിരൽ ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഒഴിവാക്കി അപ്പുറമായിട്ട് 2 കുഴികൾ കിട്ടും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുഷ് ചെയ്യുമ്പോൾ തന്നെ ഒരു വേദന വരും. ഈ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം, കിഡ്നി ബീൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? രാജ്മാ സീഡ് എന്നും പറയും. നോർത്ത് ഇന്ത്യൻസ് രാജ്മാ സീഡ് എന്ന് പറയും, നമ്മൾ കിഡ്നി ബീൻസ് എന്ന് പറയും. ഇതാണ് ആ സാധനം. വൻപയറിനേക്കാളും ഒരല്പം നീളക്കൂടുതലുണ്ടാവും. ബ്ലാക്ക് കളർ കിട്ടും, ബ്രൗൺ കളറും കിട്ടും, കാപ്പി കളർ. അപ്പോൾ ഏതാണെങ്കിലും സാരമില്ല, അതെടുത്തിട്ട് ഈ പ്രഷർ പോയിന്റുകളിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്താൽ, കാരണം സുജോക്കിൻ്റെ വ്യൂവിൽ ഇത് കിഡ്നിയുടെ കറസ്പോണ്ടൻസ് ഏരിയ ആയിട്ട് വരും. ഈ കറസ്പോണ്ടൻസ് ഏരിയനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ടാപ്പിൽ 2 സീഡ് ഒട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തേക്കുക. രാത്രി കിടക്കുമ്പോൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് കിടന്നോളൂ. ഒരു 21 ദിവസം മുടങ്ങരുത്. ഡെയിലി മാറ്റി സീഡ് ഉപയോഗിക്കണം. ഇത് വെച്ചിട്ട് നിങ്ങൾ കിടന്നാൽ
ഒരു 8-10 ദിവസം കഴിയുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായി തുടങ്ങും. നിങ്ങൾ ഉറച്ച മനസ്സോടെ വിശ്വാസത്തോടെ ചെയ്യുക. എന്തിനും വിശ്വാസം അത്യാവശ്യമാണ്. അല്ലാണ്ട് ഇവിടെ 2 പയറുമണി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് വിഡ്ഢിത്തുറണി പറയണ എന്നൊന്നും ചിന്തിക്കേണ്ട. എന്തെങ്കിലും ഇല്ലാണ്ട് ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നത് പോലെ സംസാരിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും. ടീനേജുകൾക്കാണ് ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് മാറ്റം വരിക. മറ്റ് ഒരു ആഫ്റ്റർ 30-40 ഒക്കെ ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും, പക്ഷെ മാറിക്കോളും. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. പോയാൽ എന്താ ഉള്ളത്, കുറച്ച് പയറുമണികൾ. എന്നാൽ കിട്ടുകയാണെങ്കിലോ ഒരുപാട് കാശ് ലാഭം കിട്ടും. ഈ കുറേ ഷാമ്പു മറ്റ് കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്ന ആ കാശൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക. താങ്ക് യു.